കളിച്ച് നമുക്കറിയാം. അത്രത്തോളം മികച്ച രീതിയിൽ കളിക്കുന്ന രണ്ട് സൈഡുകൾ. സോ അത്ര വലിയൊരു പരാജയത്തിലേക്ക് ഗോകുലം പോകുമോ എന്നുള്ള കാര്യം രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. കൂട്ടാനായി തയ്യാറെടുക്കുന്നത് ഏറ്റുമുട്ടുന്നത് നിതിൻ മധുവിന്റെ ത്രോയിനാണ്. ആദ്യ മാച്ച് ഈ ലീഗിലെ തന്നെ ഏറ്റവും സ്റ്റാർട്ടിംഗ് മാച്ച് ആയിരുന്നു. ലീഗ് കിക്ക് ഓഫ് ചെയ്തത് തന്നെ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തെ മുന്നിൽ കണ്ടു തന്നെയാണ്. ഇന്ന ദിവസത്തെ ലൈനപ്പിൽ കാലിക്കറ്റ് എഫ് സിയുടെ സുപ്രധാന താരങ്ങളിൽ ഒരാളായ മനോജ് ഇൻഫാക്ട് ഈ ഒരു മത്സരം മിസ് ചെയ്യുന്നു. ഫോർവേഡ് ലൈനിലേക്കുള്ള പൊസിഷനിൽ വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം കളിക്കുന്നു. അരുൺകുമാർ പ്ലേ ഓഫ് ചെയ്ത് വീണ് കിട്ടുന്ന ഒരു പന്തുമായി ഒരിക്കൽ കൂടി നല്ലൊരു കൗണ്ടർ പ്രസ്. സിനാന്റെ ഇൻസൈഡിലേക്കുള്ളപ്പോൾ പാരലലി പോവുകയാണ്. ഫോർവേഡ് ലൈനിലേക്കുള്ളപ്പോൾ ഒരിക്കൽ കൂടി ഗോകുലം കേരള എഫ് സി നല്ല ചാലഞ്ച് ചെയ്ത പന്തിനെ പുറത്തേക്ക് വിടുകയാണ്. ഷിമാലേക്ക് ഫീൽഡിലേക്ക് റിക്കവറി, ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് നീട്ടി ഒരു പന്ത് കൊടുക്കുകയാണ്. അവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്ന റിസ്വാൻ അടക്കമുള്ള താരങ്ങളുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റി. സിനാൻ ആൻഡ് ഓഫ് സൈഡ്. ബോൾ റീഡ് ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റിയുടെ കാര്യത്തിലും കമാലുദ്ദീൻ വളരെ ബ്രില്യന്റ് ആണ്. ഇത്തവണ പന്ത് വീണ് കിട്ടുന്നത് ഗോകുലം കേരളയ്ക്ക് അനുകൂലമായി തന്നെയാണ്. പെനാൽറ്റി ഏരിയക്കകത്ത് വളരെ ബ്രില്യന്റ് ആയ ഗെയിം അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പരിപൂർണ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അത് ബ്യൂട്ടിഫുൾ ഡെലിവറി ആൻഡ് ഒരു നല്ല അൺസെൽഫിഷ് പാസും ഫസ്റ്റ് പോസ്റ്റ് റീജിയനിലേക്ക് ഒരു ടാപ്പ് ഇൻ ഗോൾ സ്കോർ ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി. Emil Benny counter from the left. Nandu on the ball. Nandu looking for some of. And with it, it's Gokulam Kerala who have got the goal. Hish. Play that back. Emil Benny. Johnson. This time, they're still keeping it down. In the meantime, another opportunity. Double dummy, and that's Gokulam Kerala FC. They have created a pressure on their opponents. Just look at that double dummy. And after that, Jamsheed Ali. ആദ്യ ഗോൾ അടിച്ച് അവർ ബസ് പാർക്കിങ്ങിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ഡിഫൻസീവ് സ്ട്രാറ്റജിയിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റൊരു ഒപ്പോണന്റ് ടീമായിട്ട് കളിക്കുന്ന ടീം ഡെഫിനറ്റ്ലി കുറച്ചൊന്ന് എക്സോസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മെജോറിറ്റി ബോൾ പൊസിഷൻ ആ ബോൾ ഷെയർ കൂടുതൽ എടുത്തു വെക്കുന്ന ടീമാണ്. ഒരുപാട് നല്ല താരങ്ങൾ ഇപ്പൊ കറന്റ്ലി നമ്മുടെ സ്ക്വാഡിലുണ്ട്.
അതിലിപ്പം ഗോകുലം കേരള FC കളിക്കുന്ന മുഹമ്മദ് സിനാനും അതേപോലെ തന്നെ മറുപുറത്ത് കേരള പോലീസിന്റെ സൈഡിൽ കളിക്കുന്ന ഗോകുല്, രണ്ടുപേരും കണ്ണൂർ വാരിയേഴ്സിന്റെ നിൽക്കുന്നത്. എങ്കിൽ ഡ്രോപ്പ് ബാക്ക് ചെയ്തിട്ടാണ് എങ്കിൽ കൂടി മുന്നിൽ തന്നെ നിൽക്കുന്ന ജോബിനോ അല്ലെങ്കിൽ ബിജേഷോ എപ്പോഴും അവിടെ കൺസിസ്റ്റന്റ് ആയ മിഡ്ഫീൽഡിലുണ്ട്. എമിൽ ബെന്നി സ്ക്വയർ പാസ് ആണ് റൈറ്റ് നോ. താരങ്ങളുടെയൊക്കെ തന്നെയും അവസരങ്ങളുടെ കാര്യത്തിൽ, പ്ലെയർ പൂൾ വലുതാകുന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള സിഗ്നിഫിക്കന്റ് ആയ ഒരു ഗ്രോത്ത് സൂപ്പർ ലീഗ് കേരള കാരണം കേരള ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. ബിബിന്റെ നല്ലൊരു ഇൻസൈഡ് റൺ ആണ് വരുന്നത്. അതിനകത്തേക്ക് നല്ലൊരു പാസും കൊടുക്കുന്നു. ഇത്തവണ ഹാഫ് സ്പേസിലേക്ക് ബിബിൻ കൊടുത്ത ബോൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയ ഒരു പന്ത് തന്നെയാണ്. ഓവർഹെഡായി നൽകുന്ന ഒരു ബോൾ. എമിൽ ബെന്നിയുടെ ടീം നേടിയെടുത്ത ആ ഒരു നല്ല വിജയം ഇന്നലത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു കേരള ഫുട്ബോളിലെയും ഇന്ത്യൻ ഫുട്ബോളിലെയും. അതിലേക്ക് മടങ്ങി വരാം. നല്ലൊരു ത്രൂ പാസ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് വാട്ട് എ ചാൻസ് ആൻഡ് വാട്ട് എ സേവ്. കണക്ട് ചെയ്തുകൊണ്ട് അതിനകത്തുകൂടിയുള്ള നല്ല അറ്റാക്കുകൾ നടത്തുന്ന ഇന്റർ കേരളയും. സോ ഇന്ന് കുറച്ചുകൂടി ആ ഒരു ബ്രില്യന്റ് മുന്നേറ്റങ്ങൾ നടത്തുന്നത് ഗോകുലം കേരള FC. അവിടെ ആ ഒരു ഫ്ലാങ്ക് അദ്ദേഹത്തിന്റെ ഒരു ടീം, സോ അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രില്യൻസിൽ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹത്തിന്റെ പാഷന്റെ പുറത്ത് തന്നെയാണ് ഗോകുലം കേരള എന്നൊരു ടീം ഫോം ചെയ്യുന്നതും ഇന്ത്യൻ ഫുട്ബോളിനെ കുറെ കാലത്തേക്ക്, ഒരുപാട് നാളത്തേക്ക് അടക്കി ഭരിച്ചതും വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയ ഒരു ടീമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ആ ഒരു സെറ്റ് പീസുകൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കൺവെർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എന്തായാലും ഗോകുലം കേരള ഇൻസൈഡ് പെനാൽറ്റി ഏരിയ, ഗോൾഡൻ ചാൻസ്. ഗോകുലത്തിന്റെ സൈഡിൽ നിന്ന് നോക്കാം. ആ പന്ത് എമിൽ ബെന്നിയാണ് മുന്നിലേക്ക് കൊടുക്കുന്നത്. വാട്ട് എ ഡെലിവറി ഇറ്റ് വാസ്. അതിനുശേഷം കട്ട് ബാക്ക് പന്ത് കളക്ട് ചെയ്യുകയാണ് റൈസുദ്ദീൻ. റൈസുദ്ദീന് പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു ബ്ലണ്ടർ മൊമെന്റ് ആയി അത് മാറുകയാണ്. അദ്ദേഹം ആ ഒരു പൊസിഷനൊക്കെ വിട്ടുനിന്ന് അദ്ദേഹം വളരെ കാഷ്വലായി ഒരു സേവ് ഒക്കെ നടത്തി, ക്ലിയറൻസ് ഒക്കെ നടത്തി, വളരെ സാവകാശം, ആവശ്യത്തിന് സമയം ഉണ്ടല്ലോ എന്നുള്ള ഒരു സെൻസിൽ പയ്യെ നടന്ന് നീങ്ങുന്ന സമയത്താണ് 100-110 എന്നുള്ള നിലയിൽ അകത്തെ
ഗോകുലം കേരള FC-യുടെ പെർഫോമൻസിനെ കൂടി ബാധിച്ചിട്ടുണ്ട്. ഗോകുലം കേരള FC-ക്ക് വിജയം ആ 3 ശക്തരായ ടീമുകൾക്കെതിരെ നേടാൻ കഴിഞ്ഞില്ല. കൂട്ടത്തിലെ ദുർബലർ എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ കഴിയുന്ന 2 ടീമുകൾക്കെതിരെയാണ് നല്ല വിജയങ്ങൾ വരുന്നത്. 3 സൈഡുകളിൽ വയനാടിന്റെ കുട്ടികൾ കളിച്ചു. എസ്പെഷ്യലി ശ്രീനാഥ് ലാസ്റ്റ് പ്രീവിയസ് 2 ഗെയിമുകളിൽ ഗോൾ സ്കോർ ചെയ്ത ശ്രീനാഥ് സന്തോഷ് ട്രോഫി ക്യാമ്പിലടക്കം ഇടം പിടിക്കുന്ന ആണ് ഗോകുലത്തിന്റെ ലാസ്റ്റ് ലൈൻ ഡിഫൻസിൽ നിന്ന് കൃത്യമായി ഹെഡ് ചെയ്ത് പന്ത് തിരിച്ചു പിടിക്കുന്നു. ഇതിലെ കൺട്രോൾ ആണ് എന്തായാലും ആ ബോൾ തിരിച്ചു പിടിക്കുന്നതിലേക്ക് ഹിഷാം. ഒടുവിൽ നന്ദു, ക്ലവർ ടച്ച് വൺസ് അഗൈൻ നന്ദുവിന്റെ നല്ല റിക്കവറി. നന്ദു 66 ആണ്. നസീബ് റഹ്മാൻ മിഡ്ഫീൽഡർ ആണ്. 2 പേരും മിഡ്ഫീൽഡേഴ്സ് ആണ്, അതാണ് ഏറ്റവും പ്രധാനം. ഫോർവേഡ് ലൈനിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നതിന് പകരം 2 പുതിയ മിഡ്ഫീൽഡേഴ്സിനെ 2 ഫ്രഷ് ലെഗുകളെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരികയാണ് ഗോകുലം. ഡിഫൻസ് ഓറിയന്റഡ് ആവാനുള്ള സാധ്യത ഇല്ല.